ഷിബിയൻ ഹസ്കർ, ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും പറയാൻ മോദി നിർബന്ധിതമായ ദിവസം എന്ന നിലയ്ക്കാണോ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്? മോദിക്ക് ഇന്നത്തെ ദിവസം പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ 50-ാം വാർഷികത്തിന് മുന്നോടിയായുള്ള പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തു. ഭരണഘടനയെ അനുസരിക്കാത്തവർ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ നടപ്പാക്കാൻ ശ്രമിക്കുന്നവരെ ജനം തൂത്തെറിയും എന്ന രൂപത്തിലുള്ള പ്രതികരണവും അദ്ദേഹം നടത്തുകയുണ്ടായി. സ്മൃതി, ഇതിൽ കാണേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ വസന്തം തിരിച്ചു വരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കണ്ടത്. പ്രതിപക്ഷ ഐക്യനിര കൃത്യമായി തങ്ങളുടെ സന്ദേശം ഇന്ത്യൻ ഭരണഘടന ഉയർത്തി കാണിക്കുമ്പോൾ ഇന്ത്യയുടെ കറുത്ത ദിനങ്ങളായിരുന്ന അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അന്ന് മറുപടി നൽകിയത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം, ഒരു സംശയമില്ല കരുതി. പക്ഷേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുമായി ഈ കേരളത്തിലെയും ഇന്ത്യയിലും ആകമാനം, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ ആകമാനം ജയിലിൽ അടയ്ക്കുന്നതിനുള്ള നടപടികളുമായി പോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭൂരിപക്ഷം എംപിമാരെയും സസ്പെൻഡ് ചെയ്യുന്ന കാലഘട്ടം. അതുപോലെ നിയമങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തുയർത്തി പ്രഖ്യാപിക്കുന്ന പാർലമെന്റായി ഇന്ത്യൻ പാർലമെന്റ് മാറിയിരുന്ന ഒരു കാലഘട്ടം. ഇനി അത് നടക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായ ഒരു സന്ദേശമായി പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭരണഘടനാ മൂല്യങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചേ മതിയാകൂ. ആ ഭരണഘടനയിൽ അധിഷ്ഠിതമായി അത് പറയിച്ചേ മതിയാകൂ എന്നുള്ളിടത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് എന്തായിരുന്നു BJPയുടെ മുഖ്യ അജണ്ട? വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 400 സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെട്ടേനെ എന്ന സ്ഥിതിയിലായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് നാം കേട്ടുകൊണ്ടേയിരുന്നത്. എന്നാൽ അതിനൊരു സാഹചര്യവും സൃഷ്ടിക്കാത്ത തരത്തിൽ, അതിനൊരു ഇടവും നൽകാത്ത തരത്തിൽ പ്രതിപക്ഷത്തിന് ഇന്ത്യ ഒട്ടാകെ അത് തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം മറ്റ് സമീപകാല വർത്തമാനകാല രാഷ്ട്രീയ നേതാക്കന്മാരെ പരിശോധിച്ചാൽ ഇന്ത്യയുടെ നെടുകയും കുറുകയും നടന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ഉഴുതുമറിച്ച ഒരു വ്യക്തിയായി, ഒരു രാഷ്ട്രീയ താരോദയമായി അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതകളിൽ നിന്ന് ഇന്ത്യയുടെ ഭരണവർഗം, അതായത് NDA മുന്നണി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇനി നിങ്ങൾ കരുതുന്നത് പോലെ ഏതു കാടത്തരവും കാണിച്ചു കളയാം എന്ന് ധരിക്കരുത്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്ന് ആ നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു എങ്കിൽ ഇനി ജനാധിപത്യപരമായി ചർച്ചകൾക്കൊടുവിലല്ലാതെ ഒരു നിയമവും ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള ഇടം നൽകണം. അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ സ്ഥാനമടക്കമുള്ള കാര്യങ്ങളിൽ NDA മുന്നണി തിരിച്ച് ചർച്ച ചെയ്യണം, അത് പുനരാലോചിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്കാകമാനം പറയുവാനുള്ളത്. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതായി കരുതി ഒരു മൂന്നാം ടേമിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അദ്ദേഹം വന്നിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ ആ ടേം പൂർത്തിയാകാതെ അദ്ദേഹത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് രാജിവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്നതിന് ഈ പ്രതിപക്ഷ ഐക്യനിരയ്ക്കുണ്ടാകും. കാരണം ഒരു കൂട്ടുമുന്നണി മന്ത്രിസഭയുമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. ആ മുന്നണിയിൽ തന്നെ കൃത്യമായി ചില അടയാളപ്പെടുത്തലുകളുണ്ട്. അവർ വിയോജിപ്പുകളുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. വളരെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പിനെ എല്ലാം ചേർത്തുകൊണ്ടാണ് NDAയുടെ മുന്നണി. ജാതി സെൻസസിന്റെ അടക്കം കാര്യം വരുമ്പോൾ നിതീഷ് കുമാർ അടക്കം, ചന്ദ്രബാബു നായിഡു അടക്കം പാലം വലിക്കുന്നുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും. അതുകൊണ്ട് ഒരു തരത്തിലും ഇന്ത്യയിലെ നിയമങ്ങൾ മാറ്റിമറിക്കുന്നതിനോ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ മാറ്റിമറിക്കുന്നതിനോ NDA മുന്നണിക്കാവില്ല എന്ന ആത്മവിശ്വാസമാണ് ഇന്ന് ഈ പാർലമെന്റിൽ നടന്ന സംഭവങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞത്. ജിൻഡോ ജോൺ, ഇപ്പോൾ പ്രതിപക്ഷത്തിന് അമിത ആത്മവിശ്വാസമുണ്ടോ എന്നൊരു സംശയം. ഇന്നത്തെ ദിവസം എന്തായാലും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.